വികസിത കോഴിക്കോട് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു, വേദിയിലും സദസ്സിലുമുള്ള മുതിർന്ന നേതാക്കളെ, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ അവര് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയോ അല്ല ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിനുള്ള കാരണം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പാക്കുന്ന പല നല്ല കാര്യങ്ങളും അവസാനം അത് പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ്. അപ്പൊ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ NDA പോലെ BJP പോലെ നല്ല ജനപ്രതിനിധികൾ ഉണ്ടാവേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 12 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ സാധാരണക്കാരനെ സഹായിക്കാൻ, അവരുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവന് കൃത്യമായ ഭക്ഷ്യധാന്യങ്ങൾ, താമസിക്കാൻ ഒരു വീട്, വീടിനകത്ത് ശുദ്ധമായ വെള്ളം, വൈദ്യുതി, ഗ്യാസ് സിലിണ്ടർ, തൊഴിലവസരങ്ങൾ, വനിതകൾക്ക് പ്രത്യേകമായ സംരംഭങ്ങൾ, പിറന്നു വീഴുന്ന ഓരോ കുട്ടിക്കും നല്ല പോഷകാഹാരങ്ങൾ, നല്ല വിദ്യാഭ്യാസം. അങ്ങനെ മോദി സർക്കാർ ഇതിനെല്ലാം വേണ്ടി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ കൂട്ടത്തിൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതികളുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതികളെല്ലാം നമ്മുടെ കേരളത്തിൽ ഫലപ്രദമായി നടപ്പാവുന്നുണ്ട്. അഴിമതിയില്ലാതെ, കാലവിളംബമില്ലാതെ ഓരോ പൗരനും ആ പദ്ധതികളെല്ലാം ലഭിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും കേരളത്തിൽ അവതാളത്തിലാണ്, പരാജയപ്പെടുകയാണ്. ഇവിടുത്തെ ഗവൺമെന്റിന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടും ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് അനുഭവിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഒട്ടുമിക്കതും LDF-ഉം UDF-ഉം ഭരിക്കുന്നതുകൊണ്ട് കേന്ദ്രം എത്ര പണം കൊടുത്തിട്ടും അതിന്റെ പ്രയോജനം സാധാരണക്കാരന് ലഭിക്കുന്നില്ല. കോഴിക്കോട് നഗരത്തിൽ പ്രകാശ് ബാബു പറഞ്ഞ കുറെ പദ്ധതികൾ കേന്ദ്രം കൊടുത്തിട്ടുള്ള പണമാണ്. ഇവിടെ മെഡിക്കൽ കോളേജിൽ നമ്മൾ ചെന്നാൽ ഡോക്ടർമാരുടെ ശമ്പളം, നഴ്സുമാരുടെ ശമ്പളം, മരുന്ന്, സർജിക്കൽ ഉപകരണങ്ങൾ, മറ്റ് ലബോറട്ടറി പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നോക്കിയാൽ ഭീമമായ തുകയും നാഷണൽ ഹെൽത്ത് മിഷനാണ് നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ നിക്ഷേപിക്കുന്നത്, ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്നതിന്റെ അളവ് ഓരോ കൊല്ലവും കുറഞ്ഞു വരികയാണ്. കേരളത്തിൽ പൊതുജനാരോഗ്യം നന്നായി നടക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കേന്ദ്ര സഹായം കൊണ്ടാണ്. മറിച്ച് പൊതുജനാരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തകർച്ചയ്ക്കും കാരണം സംസ്ഥാന ഗവൺമെന്റാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കുടിവെള്ളത്തിന്റെ കാര്യം, ജൽജീവൻ മിഷന്റെ കാര്യം എന്തായി എന്ന് എല്ലാവർക്കും അറിയാം. PM ആയുഷ്മാൻ യോജനയുടെ പരാജയം നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആയുഷ്മാൻ യോജനയിൽ ലോകോത്തരമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ്. 5 ലക്ഷം രൂപ ഒരു വീട്ടിലെ ഓരോ പൗരനും. ലോകത്തെവിടെ ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് ഇല്ല. കേരളത്തിൽ വെറും 88 ലക്ഷം ആളുകൾക്ക് അത് കിട്ടുന്നുള്ളൂ. അതിനുള്ള കാരണം 2011 ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സെൻസസിൽ അവർക്ക് മാത്രമേ ഉള്ളൂ. കടുത്ത സമ്മർദ്ദമുണ്ടായി. നാട്ടിൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ആവശ്യങ്ങൾ വന്നു. മോദി സർക്കാർ അതിന് പരിഹാരം കണ്ടു. PM വയോവന്ദൻ യോജന അങ്ങനെയാണ് കൊണ്ടുവന്നത്.
70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കെല്ലാം ഇരട്ടി തുക സമ്പൂർണമായ ചികിത്സാ സൗജന്യം നൽകുന്ന PM വയോവന്ദൻ യോജന നടപ്പാക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് കേരളമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ, പാവപ്പെട്ടവർ, പ്രത്യേകിച്ചും ജീവിത സായാഹ്നത്തിൽ ജീവിതശക്തി രോഗങ്ങൾ, മറ്റ് ഗുരുതരമായ രോഗങ്ങളെല്ലാം ബാധിച്ച് കഷ്ടപ്പെടുന്ന ആളുകൾ, കിടപ്പ് രോഗികൾ, ലക്ഷക്കണക്കിന് മലയാളികൾക്ക് അതിന്റെ ആനുകൂല്യം കിട്ടിയിട്ടില്ല. പണം നൽകാൻ മോദി സർക്കാർ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഭരണഘടന ഫെഡറൽ ഭരണഘടന ആയതുകൊണ്ട് ഇത്തരം പോപ്പുലർ പ്രോജക്റ്റുകളെല്ലാം കേന്ദ്രവും സംസ്ഥാനവും നടപ്പാക്കണമെന്നുള്ള താല്പര്യമുള്ളതുകൊണ്ട് കേരള ഗവൺമെന്റും കൂടി നടപ്പാക്കാൻ തീരുമാനിച്ച ആ പദ്ധതി കേരളത്തിൽ നടപ്പായിട്ടില്ല. നഗരപ്രദേശങ്ങളിൽ അർബൻ PMAY കിടപ്പാൻ ഒരു കിടപ്പാടം ഇത്തവണ സംസ്ഥാന ഗവൺമെന്റ് അതിൽ ഒപ്പുവെച്ചിട്ടില്ല. 1000 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാർ നഗരവികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കേരളത്തിന് നൽകുന്നു. സ്മാർട്ട് സിറ്റി, അമൃത നഗരം, ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ കുടിവെള്ളം, ഗ്രാമീണ റോഡുകൾ, പാർപ്പിടം, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതിനെല്ലാം വേണ്ടി മാലിന്യ നിർമ്മാർജ്ജനം, ഇവിടെ ചൂണ്ടിക്കാണിച്ച എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരമാണ്. ആ നഗരവികസന പദ്ധതികളെല്ലാം കേരളത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ്. പണമില്ലാത്തത് കൊണ്ടല്ല, പണം ലഭിക്കാത്തത് കൊണ്ടല്ല, സംസ്ഥാന ഗവൺമെന്റിന് താല്പര്യമില്ലാത്തത് കൊണ്ടും അവർക്ക് നീക്കിവെക്കാൻ പണമില്ലാത്തത് കൊണ്ടും മോദി സർക്കാർ നൽകുന്ന പണം മുഴുവൻ കേരളത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെയ്യുന്ന ഓരോ വോട്ടും നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി, സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിനും പുരോഗതിക്കും വേണ്ടി, സ്വന്തം വീട്ടുകാരുടെ ആരോഗ്യത്തിനും വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല. ശരിയായി നമ്മൾ പരിശോധിക്കണം. എങ്ങനെ നമുക്ക് LDFന് വോട്ട് ചെയ്യാൻ കഴിയും, എങ്ങനെ നമുക്ക് UDFന് വോട്ട് ചെയ്യാൻ കഴിയും, നമ്മൾ ആലോചിക്കണം. ഇവിടെ അയ്യപ്പൻ വിളക്ക് ഈ മൈതാനത്ത് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മാസങ്ങളോളം അയ്യപ്പ പൂജ നടക്കുന്ന, വലിയ അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുതലക്കുളം. ഇന്ന് അയ്യപ്പന്മാർക്ക് ശാന്തിയോടെ, സമാധാനത്തോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ എങ്ങനെ ശബരിമലയിൽ പോകാൻ കഴിയുന്നു? അതിഭീകരമായ കൊള്ളയല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ക്ഷേത്ര ധ്വംസനങ്ങളാണ്, സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ആരാണ് ഉത്തരവാദി? ഏതെങ്കിലും ഒരു പോറ്റിയല്ല. ശബരിമലയിൽ അടക്കമുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം നടന്ന സ്വർണ്ണക്കൊള്ള സർക്കാർ ആസൂത്രണം ചെയ്ത കൊള്ളയാണ്, ഭരണകക്ഷി നേതൃത്വം നൽകി നടപ്പാക്കിയ കൊള്ളയാണ്. 2017-18 കാലയളവിൽ പിണറായി വിജയൻ സർക്കാരിനുണ്ടായ നവോത്ഥാനത്തിന്റെ ബോധോദയം ആ കാലയളവിലാണ് വിശ്വാസങ്ങൾ തകർക്കാനും ക്ഷേത്രക്കൊള്ള നടത്താനുമുള്ള തീരുമാനം അവരെടുത്തത്. ഇത് വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. ഹിന്ദു വിശ്വാസങ്ങളെ അടിച്ചമർത്തുക, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കുക, അതോടൊപ്പം സഹസ്രകോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അപൂർവമായിട്ടുള്ള വൈരങ്ങളും രത്നങ്ങളും സ്വർണവും മോഷ്ടിക്കുക. അതാണ് നടന്നിട്ടുള്ളത്. ഓരോരോ തെളിവുകൾ പുറത്തു വരുമ്പോഴും ഇതിന്റെ അവസാനം എവിടെയാണ് എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ. ഭരണാധികാരികൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു? ശബരിമല പോലെ പവിത്രമായ, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ആളുകൾ വരുന്ന മഹാക്ഷേത്രത്തിലെ കോടാനുകോടി രൂപ വരുന്ന സ്വർണവും രത്നവും വൈരങ്ങളും കടത്തിക്കൊണ്ടുപോയത് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഏതെങ്കിലും ഒരു പോറ്റി മാത്രമല്ല. മന്ത്രിമാരുടെ പങ്കാളിത്തം, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ പങ്കാളിത്തം, അധികാരത്തിലിരിക്കുന്ന ഉന്നതന്മാരുടെ പങ്കാളിത്തം വളരെ വ്യക്തമായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ മാത്രമല്ല, പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും ആ കൊള്ള നടന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, അവരുടെ ദേവാലയങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് വെല്ലുവിളിച്ച സർക്കാരിനെതിരെയുള്ള ജനവിധി കൂടിയായി മാറണം. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം
അതുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസങ്ങളെ തകർത്തവരെ, ക്ഷേത്ര സ്വത്ത് കൊള്ളയടിച്ചവരെ നമ്മൾ വീണ്ടും അധികാരത്തിൽ കയറ്റണോ എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നല്ല പദ്ധതികളെല്ലാം ഫലപ്രദമായി കോഴിക്കോട് നടപ്പാവണമെങ്കിൽ LDF-ന് പകരം UDF വന്നതുകൊണ്ട് പ്രയോജനമില്ല. LDF-നും UDF-നും പകരമായി NDA ഭരണം ഏൽപ്പിക്കുമ്പോൾ മാത്രമാണ് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്കും NDA-ക്കും കോഴിക്കോട് കോർപ്പറേഷൻ ഒരു ബാലികേറാം മലയല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതാണ് തെളിയിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ നാം ജയിച്ച സീറ്റുകളെക്കാൾ 3 ഇരട്ടി സീറ്റുകളിലാണ് NDA സ്ഥാനാർത്ഥികൾ തൊട്ടടുത്ത 2ാം സ്ഥാനത്ത് വന്നത്. 76 സീറ്റിൽ 38 സീറ്റ് പിടിക്കാൻ ഇന്ന് BJP-ക്കും NDA-ക്കും അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഈ നാട്ടിലെ വോട്ടർമാർ മനസ്സിലാക്കണം. BJP-യെ വിജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഒരു മാറ്റത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. അഴിമതിയില്ലാത്ത വികസനത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് മാത്രം വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി